feel the waves cut. നമ്മളിന്ന് ഫയറി ബോക്സിലായിട്ട് വന്നു. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് കുട്ടം ബിരിയാണി. നമുക്ക് ആദ്യം അടുത്ത് തുടങ്ങും. ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. കുട്ടം ബിരിയാണി തപ്പി വന്ന് സാധനം കയറും. ഇവർ പറയുന്നത് 4-5 മണി കൂടിപ്പോൾ ഒരു 6 മണിക്കാണെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ സാധനം കിട്ടും. അത്രയ്ക്ക് ഡിമാൻഡാണ്. ഇവിടെ നമ്മുടെ അടുത്തുള്ള എല്ലാവരും വന്ന് തുടങ്ങി ചോദിക്കുന്നു കുട്ടം ബിരിയാണി ഇവിടെ, കുട്ടം ബിരിയാണി ഇത് ചൈനീയ. അടുത്ത പ്രാവശ്യം നോക്കാം. ഇപ്പം വേറെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ഉണ്ട്. അതൊരു വേറെ ലെവൽ ഫീലാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇവിടെ എന്തോ സ്പെഷ്യൽ. പിന്നെ അകത്ത് കയറി സ്റ്റെപ്പ് കയറി ഒരു ആദ്യത്തെ ഒരു സെറ്റാണ്. എനിക്ക് ആദ്യം കയറി വന്നപ്പോൾ എന്താണ് തോന്നിയത്? അത് കിട്ടും. ഹൈദരാബാദ് ബിരിയാണി തീർന്ന എന്ത്? ഞാൻ ആദ്യം സംഭവം അത് കൊള്ളാമെന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അതിട്ട് എന്തായാലും വേറെ ഒന്നും കഴിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ വിളിച്ച് പറയായിരുന്നു നേരത്തെ ഉണ്ടാക്കി വെക്കാനല്ലേ. മറ്റേ മാപ്പിന്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു ഗൂഗിൾ. അവിടെ നിന്ന് ദൂരം ഉറങ്ങിക്കിടന്നവരാണ് ഈ കെട്ടിയവരെയും വന്നിട്ട് കുട്ടം ബിരിയാണി. बंगाली है, थोड़ा मुश्किल होगा. അതൊരു വെറൈറ്റി സാധനമാണെന്ന് പേര് ഇപ്പം നോക്കാം. ഹൈദരാബാദിൽ നിന്ന് മിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നു. പിന്നെ ഇവിടെ ഒരു വീടാണെന്ന് തോന്നുന്നു. അല്ലേ വീടല്ലേ? വീട് തന്നെ. വീട് റെനോവേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള. പിന്നെ ചൂടില്ലാതെ വരുവാരെങ്കിൽ ബീഫ് റോസ്റ്റ് നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാം, നീ കഴിക്കും. വേണ്ട ഞാൻ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേണ്ടെന്ന് പറയാൻ ഇത് വോഫിൾസ് അല്ലല്ലോ. മണം പൊളിയാട്ടോ ഇതിൻ്റെ ബീഫ് റോസ്റ്റിൻ്റെ. അത് നീ ആദ്യം അത് കഴിച്ചിട്ട് ഇത് കഴിക്കും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഒരു ടേസ്റ്റ്. ടേസ്റ്റ് നീ അതാദ്യം കഴിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാന്ന് പറയുമ്പോ അത്രയ്ക്കും കൊള്ളാമോ? തന്നെ നമ്മൾ കഴിച്ച എല്ലാത്തിനേക്കാളും നല്ല ടേസ്റ്റ്. സ്പെഷ്യൽ സാധനങ്ങളാണ്. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഇതൊരു വെറൈറ്റി സാധനമാണ്. ലാസ്റ്റ് ട്രൈ ചെയ്യണം. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള
ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ഒരാളെങ്കിൽ ട്രൈ ചെയ്യണം, ഉറപ്പായിട്ട് ട്രൈ ചെയ്തു. കഴിക്കുന്നതോടെ ടേസ്റ്റ് കൂടുന്നതാണ്. ഇത് നമ്മളെ ഒരുപാട് കഴിച്ച് വെച്ചിട്ട് ബെസ്റ്റ് ബിരിയാണി ഇതാണ് ഇവിടുത്തെ ബിരിയാണി. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി തപ്പി വെക്കുന്ന ഈ സാധനം ഇത് ബെസ്റ്റ് സാധനം. നമ്മൾ ഒരുപാട് ഇതുവരെ ഇത്രയും ടേസ്റ്റുള്ള സാധനം കഴിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പായിട്ട് പറയുന്നത്. അതിപ്പോൾ ഈ കട തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇനി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് കഴിച്ചെല്ലാം ടേസ്റ്റ് ചെയ്യണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ള് നല്ല തിരക്കായിരിക്കും ഉറപ്പായിട്ട്. ഈ ടേസ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഫുള്ള് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വരാത്തവർ പെട്ടെന്ന് വന്ന് കഴിക്കണം. ദണ്ഡിക്കൽ പിന്നെ മദ്രാസ് സംഭവം കുറച്ച് ഉള്ളിലായോണ്ടാണ്. നന്നായിട്ട് അവർ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രേവി ഒക്കെ ഇങ്ങനെ എടുത്ത് മാനേജറിനേക്ക് ഒന്ന് കണ്ട് സംസാരിക്കണം. എങ്ങനെ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഈ ബിരിയാണി ഉണ്ടാകും. പലയിടത്തും കഴിച്ചിട്ടുണ്ട് ബിരിയാണി. മഴയുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ വന്നിരുന്നു ഫുഡൊക്കെ കഴിക്കും. അയില് തന്നെ അതെ അതെ മഴ ഇല്ലായിരുന്നെങ്കിലും അവിടെ ഇരുന്നിട്ട് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന ഇതിലിരുന്ന് ഫോട്ടോ എടുക്കാൻ. പക്ഷെ ഉള്ളിലായിപ്പോ എന്നുള്ളൂ. ബാക്കി മറ്റേ റോഡ് സൈഡിൽ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ നല്ല ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. കഴക്കൂട്ടത്തൊന്നും വലിയ ലോങ്ങൊന്നും ഇല്ല. തൊട്ടടുത്തല്ലേ എല്ലാം ഈ ഏരിയയിൽ തന്നെ കാണും. ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും അടുത്തടുത്ത് പറയാം. അങ്ങനെ അങ്ങനെ ആൾക്കാർ വരും. ഉള്ളിലായെന്ന് പറഞ്ഞാൽ ഫുഡ് അടിപൊളിയാണ്. ആൾക്കാർ അതന്നെ ഇവിടെ തിരക്കോട് തിരക്ക്. ഇന്ന് ഇപ്പോഴും ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. അതെ അപ്പൊ അത്ര ആൾക്കാർ വന്നോണ്ടല്ലോ. ലെറ്റ്സ് ഗോ.
ബോക്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തെ തന്നെ ബെസ്റ്റ് ബിരിയാണി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ്ട് ഫയറി ബോക്സ് അതായിരിക്കും പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം വന്ന് കഴിച്ചാൽ മതി, പിന്നെ നിങ്ങൾ സ്ഥിരം ഇവിടെ ആയിക്കോ. ഞങ്ങൾ എന്തായാലും ഇനി ബിരിയാണി കഴിക്കുന്നെങ്കിൽ ഇങ്ങോട്ടേ വരും. അതുകൊണ്ട് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക.